ചേലക്കര എന്ന ഉറച്ച കോട്ട അതേപടി നിലനിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. 28 വർഷത്തിന് ശേഷം അട്ടിമറി വിജയ പ്രതീക്ഷയിലാണ് UDF. 40,000 വോട്ടുകൾ നേടുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. ആദ്യ 3 പഞ്ചായത്തുകളിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ ചേലക്കര എങ്ങോട്ടു ചായുമെന്ന കാര്യത്തിൽ വ്യക്തത വരും. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്ന വിവരങ്ങളുമായി. ജെയ്സൺ, വാശിയേറിയ പോരാട്ടമാണ് ചേലക്കരയിൽ ഉണ്ടായത്. അട്ടിമറി സാധ്യതയുണ്ടോ അവിടെ? രമ്യ ഹരിദാസിന് എത്രത്തോളം മുൻതൂക്കമുണ്ട്? UR പ്രദീപും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. NDA ക്യാമ്പിന്റെ കണക്കുകൂട്ടലും എന്താണ്? വിനീത വേണു, വലിയ വിവാദ കോലാഹലങ്ങളില്ലാതെ അതിശക്തമായ മത്സരം നടന്ന ഭാരതപ്പുഴയുടെ തീരത്തെ സുന്ദരമായ ഒരു മണ്ഡലമാണ് ചേലക്കര. ആ മണ്ഡലത്തിലെ നാളെ അറിയാം ആരാണ് ഈ മണ്ഡലത്തിൻ്റെ MLA ആവുക എന്നത്. അതിശക്തമായ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. UDF ഒരു അട്ടിമറി പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിശക്തമായ മത്സരമുണ്ടെങ്കിൽ പോലും തങ്ങളുടെ കഴിഞ്ഞ 28 വർഷമായി തങ്ങളുടെ കോട്ട ഉറച്ചു തന്നെ നിൽക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് LDF. അതേസമയം 40,000-ഓളം വോട്ട് പിടിച്ചുകൊണ്ട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPയും വയ്ക്കുന്നുണ്ട്. അത് സങ്കേതങ്ങൾ 527ഓളം സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം BJP അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇടതു വലതു കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP വയ്ക്കുന്നു. അതേസമയം തന്നെ ഈ BJP പിടിക്കുന്ന വോട്ട്, അതോടൊപ്പം തന്നെ DMKയുടെ അൻവറിൻ്റെ സ്വാധീനം, ഇതെല്ലാം UDFന് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ UDF വയ്ക്കുന്നു. കഴിഞ്ഞ 28 വർഷത്തിന് ശേഷം ഒരു പ്രതീക്ഷയുടെ നാമ്പാണ് ഇപ്പോൾ ചേലക്കരയിൽ UDFന് വേണ്ടി വളരുന്നത് എന്നതാണ് UDF നേതാക്കൾ പറയുന്നത്. ഏതായാലും നാളെ 9:30 തന്നെ ഏതാണ്ട് ഒരു ചിത്രം വ്യക്തമാകും. ആദ്യത്തെ 3 പഞ്ചായത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം വരും. വരവൂരും അതുപോലെ ദേശമംഗലവും വള്ളത്തോൾ നഗരവും LDFൻ്റെ ശക്തമായ കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ വള്ളത്തോൾ നഗർ 15 പഞ്ചായത്തിലെ 15 അംഗങ്ങളിൽ 14 LDFൻ്റെ മെമ്പർമാരാണ്. അതോടൊപ്പം തന്നെ വരവൂരും അതിശക്തമായ അടിത്തറയുള്ള LDFന് അടിത്തറയുള്ള മേഖലയാണ്. ഇത്തരത്തിൽ ഈ 3 പഞ്ചായത്തുകളിൽ ഏകദേശം 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് 7,000-നും 6,000-നും താഴെ ഭൂരിപക്ഷം ഈ 3 പഞ്ചായത്തുകളും കൂടി LDFന് ലഭിച്ചാൽ അത് മറ്റു പല സൂചനകളിലേക്കും പോകും. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 3 പഞ്ചായത്തുകൾ ചേലക്കരയുടെ മണ്ഡലത്തിൻ്റെ വിധി നിശ്ചയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാലത്തിലൊക്കെ DMKയ്ക്ക് വേണ്ടി PV അൻവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ 3 പഞ്ചായത്തുകളിലാണെന്നും പ്രധാനമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അതിശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തുകളാണ് ഈ 3 പഞ്ചായത്തുകളും. ഈ 3 പഞ്ചായത്തുകളിൽ DMKയുടെ അൻവറിൻ്റെയും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും പ്രതിഫലനമുണ്ടായാൽ അത് LDFനെ എതിരായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 പഞ്ചായത്തുകളിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ ചേലക്കരയുടെ തിരഞ്ഞെടുപ്പ് ഫലചിത്രം വ്യക്തമായി തന്നെ മനസ്സിലാക്കാനാകും. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചേലക്കര മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ മത്സരം നടന്നിരിക്കുന്നു. സ്വന്തം മണ്ഡലം നിലനിർത്തുമെന്ന ശുഭപ്രതീക്ഷ LDF വയ്ക്കുമ്പോൾ തന്നെ ഒരു അട്ടിമറിയിലാണ് UDFൻ്റെ പ്രതീക്ഷ. വിനീത. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.